ജീകൾ 123 വൈകിപ്പോയി സോറി. ഈ കമൻറ്റ് വീനെ കൊണ്ട് വായിപ്പിക്കുമോ? നിനക്ക് കുക്കിനെ ഇഷ്ടം ആണെങ്കിൽ കുക്കിയുടെ അടുത്ത് പോയി പറ. ഞങ്ങൾക്ക് കുറച്ച് കുക്ക് മൂമെൻറ്റ്സ് വേണം. പിന്നെ കാര്യങ്ങളൊക്കെ ചെറുതായി സെറ്റ് ആയി തുടങ്ങിയാൽ കുറച്ച് കുക്ക് റൊമാൻസും ആവാം. പിന്നെ കുക്കിയുടെ അടുത്ത് എൻ്റെ അന്വേഷണം പറ. ബൈ. ഞാൻ ഇതന്നെ വായിക്കുന്നത്. കുക്കിയോട് അന്വേഷണമൊക്കെ ഞാൻ പറഞ്ഞോണ്ട്. കുക്കി, നിന്നെ ജീകൾ അന്വേഷിച്ചു. കേട്ടില്ലേ, ഞാൻ പറഞ്ഞു കേട്ടോ. പിന്നെ തേക്കുക്ക് മൊമെൻറ്റ്സ് ഒക്കെ ഓൺ ദ വേ ആണ്. ചെറുതൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. പിന്നെ സെപ്റ്റംബർ 1 എന്തായാലും നമ്മുടെ കുക്കിയുടെ ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ നമുക്ക് വല്ല ഫെൻറ്റാസ്റ്റിക് ആയിട്ടുള്ള പ്രപ്പോസ് ചെയ്യാം. ഞാൻ എൻ്റെ കുക്കി മോളെ പ്രപ്പോസ് ചെയ്യും. ഓക്കെ, ബൈ ആർമി. എത്ര താമസം? നീ വാതില് ചവിട്ടി പൊളിക്കൂട്ടോ. മര്യാദക്ക് വാതിൽ തുറന്നു. വാതിൽ തുറന്നു. എന്താ വാതിലൊക്കെ എത്ര താമസം? ജിമിനേട്ടാ എന്താ ഇവിടെ കാട്ടുന്നേ? നീ കുടിച്ചിട്ടുണ്ടോ? ഞാൻ കുടിച്ചിട്ടുണ്ട്. ഞാൻ ഇനിയും കുടിക്കും. ജിമിനേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കാനാണ് വന്നത്. ജിമിനേട്ടൻ എന്തിനാണ് ആ സുകുമാരേട്ടൻ്റെ മോളുടെ മെസ്സേജ് നോക്കാൻ പോയത്? എനിക്കത് ഒട്ടും ഇഷ്ടമായില്ല. ജിമിനേട്ടാ പറ. ജിമിനേട്ടാ പറയാന്ന്. എന്ത് നീ പറയുന്നേ? നിനക്കിപ്പോ പൊസസീവ്നെസ് അടിക്കാൻ തുടങ്ങിയ എൻ്റെ പേരില്? ഈ ബെസ്റ്റ് ഫ്രണ്ടിന് പൊസസീവ്നെസ് ഒക്കെ അടിക്കും അതിന്? ആരാണ് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്? ഞാനൊന്നും ബെസ്റ്റ് ഫ്രണ്ട് ഒന്നുമല്ല. ജിമിനേട്ടാ, ഒരു രഹസ്യം പറയാം. ആരോടും പറയരുത്. അടുത്തേക്ക് വാ. അതുണ്ടല്ലോ, എനിക്ക് ജിമിനേട്ടനെ ഇഷ്ടാണ്. ഇപ്പൊ അങ്ങനെയൊക്കെ ആയോ? ബെസ്റ്റ് ഫ്രണ്ട് എപ്പോഴാ ഗേൾ ഫ്രണ്ട് ആയതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. അങ്ങനെ ഇപ്പൊ ഇത് അറിയണ്ട. ഞാനിതിപ്പോ പറഞ്ഞത് എന്തായാലും ഇനി ആരോടും പറയാനും നിൽക്കേണ്ടത് സീക്രട്ട് ആയിട്ട് വെച്ചോ. പിന്നെ ഞാനിപ്പോ അത് പറയാനല്ലേ വന്നത്. എന്നാലും സുകുമാരേട്ടന്റെ മോളുടെ മെസ്സേജ് അതെന്തിനു നോക്കി? അതാണ് ഇവിടുത്തെ വിഷയം. പറ, എന്തിനു നോക്കി? അത് പിന്നെ നോട്ടിഫിക്കേഷൻ വന്നപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാ. അതിനിപ്പോ എന്താ, മെസ്സേജ് മാത്രമേ നോക്കിയുള്ളൂ. ഞാൻ അവളെ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ നിനക്ക് ക്യാൻസർ, നീ അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മാക്കും പോലും ചെയ്യൂലേ? എന്നെ ദേഷ്യം വെറുതെ പിടിപ്പിക്കണ്ട. എനിക്കിതൊന്നും ഇഷ്ടമാണെന്ന് നന്നായി അറിയണതാ. ഇങ്ങനെ പോയ മിക്കവാറും എന്റെ കൈ കൊണ്ട് അവൾ ചാവും. എന്നിട്ട് ഞാൻ ജിമിനേട്ടയും കൂട്ടി അങ്ങോട്ട് ജയിലിൽ പോയി എനിക്ക് എടുക്കും. എന്തുവാടി നീ കൊന്നിട്ട് ഞാൻ എന്തിനാടി ജയിലിൽ പോകുന്നേ? നീ അങ്ങ് പോയാ പോരെ? നിനക്ക് സത്യം പറഞ്ഞാൽ തലക്ക് എന്തോ പറ്റിയിരിക്കുന്നു. നീ അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട. ഞാനിപ്പോ ജയിലിൽ പോവാണെങ്കിൽ തന്നെ നിന്നെ കൊണ്ടേ ഞാൻ പോവുള്ളൂ. ജീവിക്കാണെങ്കിൽ ഒരുമിച്ച്, മരിക്കുകയാണെങ്കിൽ ഒരുമിച്ച്. എങ്ങനെയാണെങ്കിലും നീ എൻ്റെ ഒപ്പം വേണം. ഞാൻ ഇനി അവളെ മെസ്സേജ് നോക്കാനൊന്നും പോകുന്നില്ല. എന്തായാലും ഇപ്പൊ എനിക്കൊരു ന്യൂ ഗേൾ ഫ്രണ്ടിനെ കിട്ടിയില്ലേ? പിന്നെ അതുപോലെ പിന്നെ കുട്ടി ഈ പ്രശ്നം സോൾവ് ആയില്ലേ? ഇനി ആ ഗേൾ ഫ്രണ്ടിന്റെ കാര്യം ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ. ഇല്ലെങ്കിലോ, എനിക്കത് പറയാൻ സൗകര്യമല്ല. പിന്നെ ജിമിനേട്ടന് എന്നെ ഒരു ചെറിയ ഇഷ്ടല്ലേ? എനിക്കറിയാം, എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലേലും എന്റെ പോലെ നല്ല ഭംഗിയുള്ള ബാബീസിനൊക്കെ ഈ മാലാഖയെ പോലെയുള്ള എന്നെയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. ജിമിനേട്ടന് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ജിമിനേട്ടൻ അല്ല എന്നൊന്നും പറയണ്ട. എനിക്കും ജിമിനേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ നീ ജിമിനോട്ടോട് പറയാത്തത് അതെനിക്കൊരു ധൈര്യം ഉണ്ടായില്ല. പിന്നെ ജിമിനോട്ടോട് തല്ലിടാനും ദേഷ്യപ്പെടാനും മാത്രമേ എനിക്ക് ഇഷ്ടമാണുള്ളൂ. അങ്ങനെയൊക്കെയാണോ? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിന്നോട് ഞാൻ ഇഷ്ടമാണ് പറയാനൊക്കെ ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടാറൊക്കെ ഉണ്ട്. പക്ഷെ നിനക്കത് മനസ്സിലാവില്ല. നീ ഒരു പൊട്ടത്തിയല്ലേ. ആരാണ് പൊട്ടത്തി? പൊട്ടത്തിന് മറ്റവൻ. പിന്നെ ജിമിനേട്ടൻ കാട്ടിക്കൂട്ടിനൊക്കെ എനിക്ക് മനസ്സിലായിരുന്നു. ഞാനതൊക്കെ കണ്ടിട്ട് ഈ ജിമിനേട്ടനെ വെറുതെ ഭ്രാന്താക്കായിരുന്നു. സത്യം
സത്യമായിട്ടും എനിക്കത് കാണുമ്പോൾ ചിരി വരാറൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്ത് നിൽക്കണതാ. ആ അങ്ങനെയൊക്കെയാണോ? ആ എന്തായാലും നീ തരണ പണിയൊക്കെ അടാറ് പണിയാ. ഞാൻ അന്ന് സത്യം പറഞ്ഞ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നീയായ കാരണം ക്ഷമിച്ച് കിട്ടും. നിനക്ക് എവിടെ നിന്ന് കിട്ടുന്നു അങ്ങനെ കുരുട്ടുബുദ്ധിയൊക്കെ? നിന്നെ വെച്ച് നോക്കുമ്പോൾ നിന്റെ ചേട്ടൻ ഭയങ്കര പാവ. അവന് പാവ ഒരു മെന്റലിസ്റ്റ്. നീയോ കുരുട്ടുബുദ്ധി നിറഞ്ഞൊരു ചെയ്ത്താൻകുട്ടിയാണല്ലോ. പിന്നെ ഈ കുരുട്ടുബുദ്ധിയൊന്നും നിന്റെ നാത്തൂന് പറഞ്ഞു കൊടുക്കണ്ട, അവൾ എന്നെ പഞ്ഞിക്കിടും. നിങ്ങൾ രണ്ടുപേരും അതിനെ കുറിച്ച് സംസാരിക്കണ്ട. കുരുട്ടുബുദ്ധിയൊക്കെ നിന്റെ തലയിൽ മാത്രം വെച്ചാൽ മതി. പിന്നെ വേണമെങ്കിൽ പറഞ്ഞു കൊടുത്തു, അത് നിന്റെ വീട്ടിന് പണി കൊടുക്കാൻ വേണ്ടി വേണമെങ്കിൽ പറഞ്ഞു കൊടുത്തു. അത് കുഴപ്പമില്ല, അവന് പണി കിട്ടിക്കോട്ടെ. പിന്നെ ചിമ്മിനേട്ടാ, നമുക്കുണ്ടല്ലോ ഭാവിയിൽ 2 കുട്ടികൾ വേണം. ഒന്ന് ചിമ്മി, ഒന്ന് കിച്ചു. 2 കുട്ടികൾ. ഒന്ന് ആണും ഒന്ന് പെണ്ണും. അവരായിട്ട് കളിക്കണം. എനിക്ക് അത് കാണാൻ തോന്നുന്നു. ഈ പെണ്ണ് കുടിച്ചിട്ട് എന്തൊക്കെ പറയുന്നേ? ഫസ്റ്റ് ഇല്ലേ നിന്റെ ഏട്ടൻ്റെ എൻ്റെ കുക്കിമോളിൽ കല്യാണം കഴിക്കണം, പിന്നെയാണ് നമ്മളെ കല്യാണം പറ്റത്തുള്ളൂ. അതിനുശേഷമാവാം നമ്മളുടെ ചിമ്മിമോളും കിച്ചുമോനും ഒക്കെ കേട്ടോ. അതില്ലേ ഏട്ടാ, ഞാനാണ് പെണ്ണ് അതോ ഏട്ടനാണോ പെണ്ണ്? അല്ല, നീ എന്താ അങ്ങനെ ചോദിച്ചേ? അത് പിന്നെ ഏട്ടന്റെ നാണം കണ്ടപ്പോ എനിക്കങ്ങനെ ചോദിക്കാൻ തോന്നി. ഞാനിപ്പോ നിന്റെ ഏട്ടനായി, നീ എന്താ ഏട്ടാന്നൊക്കെ വിളിക്കുന്നേ? ഇനി എന്തൊക്കെയാ കേൾക്കും? എന്തായാലും ഏട്ടാന്ന് വിളിക്കുന്നതിനേക്കാൾ ഒരു സുഖമുണ്ട്. എനിക്ക് സ്നേഹം കൂടുതൽ കൊണ്ടാണ് ഇപ്പൊ ഞാൻ ഏട്ടാന്ന് വിളിക്കുന്നത്. എനിക്ക് ദേഷ്യം വന്ന ജിമിൻ ഷീന്ന് തന്നെ ഞാൻ വിളിക്കും. പിന്നെ വേറെ കുറെ ഉണ്ട്, അതൊക്കെ ഞാൻ തൊള്ളാന്ന് വന്നാൽ ചിലപ്പോൾ വിളിച്ചെന്നൊക്കെ വരും. ഓ ആയിക്കോട്ടെ എൻ്റെ കുഞ്ഞാറ്റേ. അതെന്തേലും ആവട്ടെ, ഇനി നാളെ സംസാരിക്കാം. നീ പോയി കിടന്നുറങ്ങിക്കോ, നേരം കുറെ ആയിരിക്കുന്നു. ഞാൻ ആരെങ്കിലും കണ്ടു വന്ന പിന്നെ സീനാവും. ഞാൻ ജിമ്മിയേട്ടൻ്റെ റൂമിൽ തന്നെ കിടക്കും. ഞാൻ ഇവിടെ കിടക്കാനാണ് വന്നത്. ഞാൻ ഇവിടെ തന്നെ കിടന്നുറങ്ങും. ഞാൻ ഇവിടെ എങ്ങോട്ടും പോവില്ല. ഇടിപ്പന്നെ സീനാണ്, നീ പോ. നാളെ സംസാരിക്കാം നമുക്ക്, നീ പോയിക്കോ. ഞാൻ ഇവിടെ തന്നെ കിടക്കും. എനിക്ക് ഇവിടെ തന്നെ കിടന്നാൽ മതി. ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് പോവാല്ല. എനിക്ക് ഇവിടെ തന്നെ കിടക്കണം. ജിമ്മിയേട്ടൻ്റെ ഒപ്പം തന്നെ കിടക്കണം. പറഞ്ഞയക്കല്ല ജിമ്മിയേട്ടൻ, പ്ലീസ് ജിമ്മിയേട്ടാ, പ്ലീസ്. എന്താ അവളുടെ ഒരു കിണുങ്ങല്ലേ? കിടന്ന് കാറണ്ട, ഇവിടെ തന്നെ കിടന്നു. ഞാൻ അവിടെ എല്ലാവരും കിടന്നോളാം. ഞാൻ ഉറങ്ങാൻ പോവാട്ടോ. ഗുഡ് നൈറ്റ്, ടാറ്റാ. എൻ്റെ കുഞ്ഞാറ്റ് കിടന്നുറങ്ങുന്നത് കാണാൻ എന്ത് രസമാണ്. ഇങ്ങനെ കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ എനിക്ക് പോയൊരു കിസ് കൊടുക്കാൻ തോന്നാം. പക്ഷെ ഇതെങ്ങാനും അവളറിഞ്ഞാൽ എന്നെ തല്ലിക്കൊള്ളു. ഞാൻ പോയി കൊടുത്താലോ? എന്തായാലും നീ എന്നെ ഒരു ക്ഷമിച്ചേക്ക്. നീ അറിയാതെയല്ലേ ഞാനിത് ചെയ്യുന്നേ. ഇവൾക്കെന്താ യാതൊരു അനക്കില്ലല്ലോ? ഇടി എഴുന്നേക്ക്, രാവിലെ. ഇന്നലെ കുടിച്ചിട്ട് നീ എൻ്റെ റൂം കയറി വന്നതല്ലേ, എന്നിട്ട് ചോദിക്കുന്നോ നീ എന്താ എവിടെയെന്ന്? അവളുടെ ഒരു ചോദ്യം. പിന്നെ എന്തായാലല്ലേ, വേഗം പോയി കുളിച്ച് ഒരുങ്ങിയിട്ട് വാ. നമുക്ക് ഇന്ന് നേരത്തെ പോകേണ്ടതല്ലേ. ഒന്നും ഓർമ്മ ഉണ്ടാവില്ല അവൾക്ക്. മന്ദബുദ്ധിയല്ലേ? ഇന്നലെ കുടിച്ച് വന്നിട്ട് എൻ്റെ റൂമിൽ കച്ചറ ഉണ്ടാക്കിയോന്നും അറിയത്തില്ല അല്ലേ നിനക്ക്? എന്നോട് ദേഷ്യപ്പെട്ടതും എൻ്റെ തലക്കൊന്ന് തന്നതും സ്വയം ബോധമില്ലാതെ കള്ളു കുടിച്ചിട്ട് കിടന്നിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങിയതൊന്നും നിനക്ക് ഓർമ്മയല്ലേ? എന്നിട്ട് എന്നോടാണ് ചോദിക്കുന്നത് ഞാൻ എന്താ എവിടെയെന്ന്. ഈ പോത്തിന് ഇത്രയും ബുദ്ധിയില്ലേ? ഓ, ഇതിനൊന്നും ഓർമ്മയില്ല. ഓ, അവളായിട്ട് തന്നെ ഓർമ്മിച്ചെടുക്കട്ടെ. ഇനി ഞാനായിട്ട് ഇനി ഓർമ്മപ്പെടുത്താൻ പോകുന്നില്ല. എന്നാലും ഞാൻ ഇത്രയ്ക്കും വിചാരിച്ചില്ല. എന്തായാലും ഞാൻ ഓർമ്മിപ്പിക്കാൻ പോകുന്നില്ല. എന്തായാലും വീനെക്കാട്ടി അടിപൊളിയായിട്ട് എനിക്ക് ഇനി അവളെ പ്രപ്പോസ് ചെയ്യണം. അപ്പം ഈ കാര്യമൊന്നും ശരിയാവത്തില്ല. ഇനി അവൾ അറിഞ്ഞാൽ തന്നെ ഞാൻ പ്രപ്പോസ് ചെയ്യുന്നതിന് ഒരു പഞ്ചുണ്ടാവത്തില്ല. ആ കുക്കിനി വഴി കണ്ടില്ലല്ലോ. എന്തായാലും അവളോട് ഒരു താങ്ക്സ് പറയണം, ഇത്രയും ചെയ്തെന്നായല്ലേ.
ആ നീ വന്നോ? ഞാൻ ഈ ജീവിച്ചിരിക്കണമൊക്കെ വന്നതാ. ആ ഞാൻ അവിടെ ചികിത്സിക്കുന്നുണ്ട്. നിന്റെ പ്ലാൻ എന്തായാലും പൊളിച്ച്. നീ ഇങ്ങോട്ട് വാ, ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. വാ ഇവിടെ വന്നിരിക്കൂ. എടി ഇന്നലെ അല്ലേ? ആ പറയ്. ഞാൻ കൊറേ പെരിപ്പിച്ച് വിട്ടു കൊടുത്ത. അപ്പൊ ഇങ്ങനെയൊക്കെയാണല്ലേ നടന്നേ. എന്തായാലും ജിമിനോട്ടനോട് അവളെ ഇഷ്ടാന്ന് പറഞ്ഞില്ലേ, അത് മതി. അപ്പോൾ നീ അതിൻ്റെ ഇടയിൽ കൂടെ പണി ഒപ്പിച്ചല്ലേ? എന്തായാലും നിന്റെ പ്ലാൻ എനിക്കിഷ്ടമായി. എന്തായാലും അവൾ ഇഷ്ടമാന്ന് പറഞ്ഞല്ല. അവൾക്ക് എന്തായാലും ഇത് ഓർമ്മയൊന്നുമില്ല. നീയായിട്ട് ഇനി പറയാൻ നിൽക്കണ്ട കേട്ടോ. എനിക്ക് അവളെ അടിപൊളിയായിട്ട് പ്രപ്പോസ് ചെയ്യണം. അപ്പോൾ അവൾ അറിഞ്ഞാൽ മതി. ഞാൻ പറയാനൊന്നും നിൽക്കുന്നില്ല. വഴിയെ കിട്ടിക്കോളും. ഞാൻ പറഞ്ഞു കൊടുത്തേനതൊക്കെ. എനിക്ക് വഴിയെ പണി കിട്ടുമ്പോൾ നിനക്കും അതുപോലെ വഴിയെ പണിയൊക്കെ കിടക്കുന്നുണ്ട്. കിട്ടിക്കോളൂ കേട്ടോ. ഹലോ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ ഒരു പാമ്പ് അതിനെ എഴഞ്ഞു പോകണ്ടായിരുന്നു, നിങ്ങൾ കണ്ടോ? ശരിക്കുള്ള പാമ്പല്ല, ഈ ജിമ്മിന്റെ കിമ്മിമോളില്ലേ, അവൾക്ക് എന്താ പറ്റിയ? അവൾ അതിനെ പാമ്പിനെ പോലെ പോയിണ്ടായിരുന്നേ. ഐ മീൻ എൻ്റെ ട്വിൻ സിസ്റ്റർ. ഓ അങ്ങനെ. എൻ്റെ കിമ്മിമോളല്ലേ, അവൾക്ക് എന്താ പറ്റിയെന്ന് നിന്റെ കുക്കിമോള് പറഞ്ഞുതരും. ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ വരാം. അല്ലെങ്കിലും നമ്മളിപ്പോൾ ആർക്കും വേണ്ടല്ലോ. ഇപ്പൊ ഫുൾ പ്ലാനിങ് ഒക്കെ നിങ്ങൾ മൂന്നാളല്ലേ, ഞാൻ മാത്രം ഒറ്റയ്ക്ക്. എന്നെ ഒന്നിനും കൂട്ടില്ല. ആ പറ, എന്താ? അവൾക്ക് നിന്നെ വൈനൊക്കെ കൊടുത്തേ? ആ ഓക്കെ, ഞാൻ നോക്കുന്നില്ല, വേഗം പറ. അതില്ലല്ലോ, ഇന്നലെ ജിമ്മിയേട്ടൻ എന്നോട് വന്ന് പറഞ്ഞു കിമ്മിയെ സെറ്റാക്കി തരാൻ. അതിനൊരു പ്ലാൻ ഇട്ട് ഞാൻ അങ്ങനെ കിമ്മിക്ക് കുറച്ച് വൈന് കൊടുത്തു. കുറച്ചൊക്കെ എടുത്തോളൂ, പക്ഷെ അവള് കുറെ എടുത്ത് കുടിച്ചു. അങ്ങനെ അവള് തല്ലുണ്ടാക്കാനായിട്ട് ജിമ്മിനേട്ടനടുത്തേക്ക് പോയി. അങ്ങനെ ജിമ്മിനേട്ടനടുത്ത് പോയി. അങ്ങനെ ജിമ്മിനേട്ടനെ പ്രപ്പോസ് ചെയ്തു. അങ്ങനെ ജിമ്മിനേട്ടൻ മനസ്സിലുള്ളതൊക്കെ പുറത്ത് പറഞ്ഞു. ഞാൻ വൈന് കൊടുത്തത് അങ്ങനെ മനസ്സിലുള്ളതൊക്കെ പുറത്തു തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഉണ്ടല്ലോ, രാവിലെ ഏതും കിമ്മിക്കൊന്നും ഓർമ്മയില്ല. അതിൻ്റെ ഒരു ഇതിൽ അവളങ്ങനെ പോയതാണ്. പിന്നെ ജിമ്മിനേട്ടൻ പറഞ്ഞു എന്നോട് കിമ്മിനോട് ഇതൊന്നും പറയണ്ട, അവളെ ഓർമ്മിപ്പിക്കണ്ട എന്നൊക്കെ. കാരണം ജിമ്മിനേട്ടനെ കിമ്മിനെ അടിപൊളിയായിട്ട് പ്രപ്പോസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറയണമെന്നില്ല. ഏട്ടനും പറയണ്ട കേട്ടോ. അമ്പോ അങ്ങനെയൊക്കെയല്ലേ ഉണ്ടായേ? എന്തായാലും പൊളിച്ചു. ഞാൻ ഇങ്ങനെയൊക്കെ വിചാരിച്ചില്ല കിമ്മിയ. എന്തായാലും പൊളിച്ചു, എനിക്കിഷ്ടമായി. ഇതുപോലെ ഒരാളും കൂടി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അയാൾക്ക് ഓർമ്മ ഉണ്ടാവുക എന്തോ. എന്തായാലും ഓർമ്മ ഉണ്ടാവാനാ സാധ്യത. ഓ കെട്ടിയോളാന്നൊക്കെ പറഞ്ഞിട്ടാ വന്നേ. ആ പോണ്ട, ഇവിടെ തന്നെ ഇരുന്നാളെ. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഇവിടെ തന്നെ ഇരുന്നാളെ കേട്ടോ. പിന്നെ കിമ്മി എന്നോട് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിമ്മിനേട്ടനും വിയേട്ടനും ഇങ്ങനെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാത്തതിന് ഒരാളിങ്ങനെ വിഷമിച്ചു എന്നോ എന്തൊക്കെയോ അവൾ എന്നോട് പറഞ്ഞു. വിയേട്ടൻ മേടിച്ചു കൊടുക്കാത്തതിൽ അത്ര ഒരാൾക്ക് വിഷമം. കിമ്മിക്ക് രണ്ടാളും മേടിച്ചു കൊടുത്തു ഇത്ര. പക്ഷെ രണ്ടാളിൽ ഒരാൾ പോലും എനിക്ക് മേടിച്ചു തന്നില്ല എന്നൊക്കെ പറഞ്ഞു. കുക്കി, ഒരു കാര്യം ഞാൻ പറയട്ടെ. എനിക്ക് ജിമ്മിനോട്ടനോട് എങ്ങനെയെങ്കിലും വഴക്കുണ്ടാക്കണം.
പക്ഷെ എനിക്ക് എങ്ങനെ വഴക്കുണ്ടാക്കണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് നല്ല ദേഷ്യമുണ്ട് ജിമിനേട്ടനോട്. പക്ഷെ അതെങ്ങനെ കാണിക്കും ഞാൻ? ജിമിനേട്ടനെ തെറ്റിദ്ധരിച്ചാലോ? ഇന്ന് ഞാൻ ജിമിനേട്ടൻ്റെ അടുത്ത് പോയി ദേഷ്യപ്പെട്ട ജിമിനേട്ടൻ പറയും ജിമിനേട്ടനെ എനിക്കിഷ്ടമാണെന്ന്. അത് പറയുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് ഞാൻ പിന്നെ പോയി ദേഷ്യപ്പെടാത്തത്. എന്നപ്പോൾ ഞാൻ ചെയ്യേണ്ടി എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എനിക്ക് ആ സുകുമാരേട്ടൻ്റെ മോളുടെ മെസ്സേജ് നോക്കിയത് തീരെ ഇഷ്ടമായില്ല. ആ ചെകുത്താൻ്റെ എന്തിനാ മെസ്സേജ് നോക്കേണ്ട ആവശ്യം ജിമിനേട്ടന്? നിനക്ക് ഏതെന്നാന്നൊക്കെ എനിക്ക് മനസ്സിലായി. നിനക്ക് ജിമിനേട്ടനെ ഇഷ്ടമല്ലേ? അതോടെ പറഞ്ഞ പോലെ നിനക്ക് ജിമിനേട്ടനെ അറിയാതിരിക്കണം, അതല്ലേ ഇപ്പോൾ വേണ്ടത്. പിന്നെ ജിമിനേട്ടനോട് ദേഷ്യപ്പെടില്ല, അതൊക്കെ നമുക്ക് സെറ്റാക്കാം. ഞാൻ പറയണതൊക്കെ നീ ചെയ്യണം, അങ്ങനെയാണെങ്കിൽ ഓക്കെ. ആ അതന്നെ കാര്യം. എനിക്കിഷ്ടമാണ്, പക്ഷെ എനിക്ക് പറയാനൊന്നും പറ്റില്ല. ജിമിനേട്ടനെ അറിയാനും പാടില്ല. നിൻ്റെ ഏട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ്. പിന്നെ എനിക്ക് ദേഷ്യപ്പെടണം. ഇന്ന് എന്തായാലും എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതിനുള്ളതൊക്കെ ഞാൻ കൊടുക്കും. പക്ഷെ അതെങ്ങനെ? നീ എന്താണ് ഇനി പറയാനത് ചെയ്യാം. ഇതാണ് സംഭവം. ഇത് കുടിച്ചാൽ മതി, നിന്റെ കേട് എല്ലാം ശരിയാവും. നോക്ക് നോക്ക്, അച്ഛൻ്റെ റൂമിൽ നൈസായി അടിച്ചു മാറ്റിയതാ. നീ കുടിച്ചോ, നല്ല ടേസ്റ്റാ. ഞാൻ ഫസ്റ്റ് ഇത് കുടിച്ചിട്ടുള്ളതാണ്, എനിക്ക് അനുഭവമുള്ളതാ. നീ കുടിച്ചോക്കെ, എല്ലാം ശരിയാവും. ഞാൻ ഇപ്പം നിനക്ക് ചെറുതായിട്ടൊരു കമ്പനി തരാം. പക്ഷെ ഞാൻ വീടിൻ്റെ റൂമിൽ പോവില്ല. നീ നേരെ ജിമിനേട്ടൻ്റെ റൂമിൽ പോയിക്കൊണ്ടത്. നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു. എന്നാ നീ എനിക്ക് ഒഴിച്ചായോ? ഞാനും കുടിക്കട്ടെ. എന്നിട്ട് വേണം എനിക്ക് ജിമിനേട്ടനോട് പോയി സംസാരിക്കാൻ. ഫ്യൂ മിനിറ്റ്സ് ലൈറ്റർ. എടി കിമ്മി, എൻ്റെ തലയ്ക്ക് ഇത് അഴിച്ചിക്കണോ? വേഗം കിടന്ന് ഉറങ്ങണം. ഇല്ലെങ്കിൽ ഞാൻ വിയേട്ടൻ്റെ റൂമിൽ ചിലപ്പോൾ ഇറങ്ങിപ്പോയെന്നൊക്കെ വരും. അത് കുഴപ്പാ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, നീ കേൾക്കണം കിമ്മി. നിനക്ക് 2 പേരും നിനക്ക് ഡ്രസ്സ് മേടിച്ചാന്ന്, വിയേട്ടനും ജിമിനേട്ടനും. പക്ഷെ എന്നെ അവർക്ക് വേണ്ട. അവർക്കൊന്നും എന്നോടൊരു സ്നേഹവുമില്ല. വിയേട്ടനാണെങ്കിൽ എനിക്ക് മേടിച്ചന്ന് പോലുമില്ല, ഒന്നും മേടിച്ചന്നിട്ടില്ല. വിയേട്ടന് സ്നേഹം ഉണ്ടെങ്കിൽ ഒരു ഡ്രസ്സ് എനിക്ക് മേടിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് മേടിച്ചു തരുമ്പോൾ. പക്ഷെ അതില്ല. എനിക്ക് നല്ല വിഷമായി. എടി കിമ്മി, നീ കുടിച്ചത് മതി. ജിമിനേട്ടൻ്റെ റൂമിലേക്ക് പോ. നീ അതിനകത്ത് കുടിച്ചത്. നിനക്കെന്തൊരു ബോധമില്ലേ? എന്നെക്കാളും ബോധമല്ല ഇവിടെ ആരുമില്ല. നിനക്ക് ബോധമുണ്ടെന്നൊക്കെ ഞാൻ വിചാരിച്ചു, പക്ഷെ നിനക്ക് ബോധമല്ല. നീ വേഗം പോ. നീ അത് മൊത്തം എടുത്ത് കുടിച്ച് തീർക്കല്ലേ. ഞാൻ കുറച്ച് കുടിക്കാനാണ് നിന്നോട് പറഞ്ഞത്, അത് മൊത്തം കുടിക്കാനൊന്നും ഞാൻ പറഞ്ഞില്ല. നീ പോയിപ്പോ. ഇതെന്തുവാ കിടന്ന് ആടുന്നേ? ഞാനാണോ ആടുന്നേ? ഇതാണോ? ഇതിനെന്താ പറ്റിയേ? ഞാൻ ജിമിനേട്ടൻ്റെ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണല്ലേ ഇതൊക്കെ കുടിച്ച്. ജിമിനേട്ടൻ്റെ റൂമിലേക്ക് പോവാണ്. ആ ചെകുത്താൻ്റെ മെസ്സേജ് നോക്കി ഞാൻ മറന്നിട്ടൊന്നുമില്ല. അതിനുള്ളതൊക്കെ ഞാൻ ജിമിനേട്ടന് കൊടുക്കണ്ട്. ഇനി കൊടുക്കുകയാണെങ്കിൽ കണക്കിന് കൊടുക്കണം കേട്ടോ. എന്തായാലും കണക്കിന് കൊടുക്കണം. എനിക്കും കുറെ പണിയൊക്കെ തന്നിട്ടില്ല തന്നെയാണ്. അപ്പം എന്തായാലും കണക്കിന് കൊടുക്കണം. എന്നാലും ജിമിനേട്ടൻ സുകുമാരേട്ടൻ്റെ മോളുടെ മെസ്സേജ് നോക്കിയില്ലേ? എന്തിനാ നോക്കേണ്ട ആവശ്യം? എല്ലാ പെണ്ണുങ്ങളുടെ മെസ്സേജ് എന്തിനാ നോക്കേണ്ട ആവശ്യം ജിമിനേട്ടന്? അതിനൊക്കെ ഒന്ന് കൊടുക്കണം, നല്ല കൊടുക്കണം. ആടി ഞാൻ കൊടുക്കണ്ട്, നല്ലോണം കൊടുക്കണ്ട്. ഞാൻ പോവാട്ടോ. ഞാൻ പോയിട്ട് കൊടുത്തിട്ട് വരണ്ട് കേട്ടോ. എന്തായാലും ഒന്ന് വിയേട്ടനൊന്ന് കാണണം. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ, പാവം. എന്തായാലും വിയേട്ടനെ വന്നിട്ട് ഞാൻ പറയണം. ഇതിൻ്റെ ഉള്ളിൽ വിയേട്ടൻ ഉണ്ടാവുമല്ലോ. എന്നാലും നോക്കി നോക്കാം. അത് കഴിഞ്ഞിട്ട് ജിമിനേട്ടൻ്റെ നോക്കുമോ? അങ്ങനെ മതി. എന്തായാലും നോക്കി നോട്ടെ വിയേട്ടൻ ഉണ്ടോന്നൊക്കെ. പിന്നല്ലേ നിന്റെ പെണ്ണില്ലേ അവളൊക്കെ ഒന്ന് കരയുന്നത് ജിമിനേട്ടനും വിയേട്ടനും ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. നീ വാങ്ങിച്ചിട്ടാ കൂടുതൽ വിഷമം. നീ എന്തുവാണ് ഇങ്ങനെ സംസാരിക്കുന്നേ? പിന്നെ കുട്ടിയുടെ കാര്യം പറഞ്ഞു തന്നതിന് താങ്ക്സ്. ആണോ? എന്ന് ഞാനേ മമ്മിയോടും പപ്പയോടും പറയട്ടെ.
വന്നിട്ട് വരാം. എന്തുവാടി നീ ഇങ്ങനെ? പിന്നെ അവൻ്റെ ശവം ബാക്കി വെക്കണേ. ആ, അത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെടും ചെയ്യും. ആ എന്നാ ശരി, ഞാൻ പോവാണേ. ടാറ്റ. ജിമിനേട്ടാ, ഫ്ലാഷ് ബാക്ക് ഓവർ. എൻ്റെ കുഞ്ഞാവക്ക് വിഷമായി എന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്നാലും ഞാൻ കുഞ്ഞാവളെ വിഷമൊക്കെ മാറ്റി തരാണ്ട്. ഡ്രസ്സൊക്കെ ഞാൻ മേടിച്ചു തരാം. ഡ്രസ്സ് ഇത്ര വേണമെങ്കിലും ഞാൻ മേടിച്ചു തരാം. പക്ഷെ അതിന് മുമ്പ് ഒരു ഗിഫ്റ്റ് ഞാൻ തരണ്ട്. എന്ത് ഇഷ്ടായി ഏട്ടാ? എന്താ? ഞാൻ പോവാണേ. ബൈ ബൈ. എന്തോ അവിടെ സംഭവിച്ചേ?